എക്കാലവും UDFിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം. UDFിൻ്റെ ശക്തിദുർഗമായ ജില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14-ൽ 9 UDF ആണ് വിജയിച്ചത്. ബാക്കിയുള്ളിടത്ത് LDF ജയിച്ചു കയറി. സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പോരായ്മയൊക്കെ LDFിൻ്റെ കുതിപ്പിന് കാരണമായി. എന്തായാലും ഇത്തവണ ഒരു ലൂപ്പ് ഹോളും അനുവദിക്കാതെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുകയാണ് എറണാകുളത്ത് UDF. എറണാകുളം പിടിക്കാൻ LDF കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ തന്നെയാണ് UDFിൻ്റെ തീരുമാനം. UDFിന് അപ്രാപ്യമായ ഒരു ജില്ലയാണ് വൈപ്പിൻ. ഒരു നിയോജക മണ്ഡലം, ജില്ലയല്ല, നിയോജക മണ്ഡലമാണ് വൈപ്പിൻ. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ വൈപ്പിൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം തോമസ് ഐസക്ക് വൈപ്പിനിലെ BJP നേതാക്കളുടെ വിരുന്നിൽ പങ്കെടുത്തതൊക്കെ വലിയ വിവാദമായി മാറിയിരുന്നു. 2021 മുതൽ വൈപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നത് KN ഉണ്ണികൃഷ്ണനാണ്. അതിനു മുമ്പ് S ശർമ്മയായിരുന്നു ദീർഘകാലം വൈപ്പിനെ പ്രതിനിധാനം ചെയ്തിരുന്നത്. S ശർമ്മ BSൻ്റെ ഉറ്റ അനുയായിയാണ്. BS വളർത്തിക്കൊണ്ടുവന്ന നേതാവ്. വൈപ്പിനിൽ ഒരുപാട് സ്വാധീനം S ശർമ്മയ്ക്ക് ഉണ്ടായിരുന്നു. S ശർമ്മ തുടർച്ചയായി വൈപ്പിനിൽ നിന്ന് വിജയിച്ചു കൊണ്ടിരുന്നു. പിന്നീട് KN ഉണ്ണികൃഷ്ണൻ വന്നു, അദ്ദേഹവും വിജയിച്ചു. ഈ സാഹചര്യത്തിൽ വൈപ്പിനിൽ രാഷ്ട്രീയത്തിനതീതമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ്, ഒരു സെലിബ്രിറ്റിയെ നിർത്താനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്, കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നടൻ സലീം കുമാറിൻ്റെ പേരാണ് കോൺഗ്രസ് പരിഗണിച്ചിരിക്കുന്നത്. വൈപ്പിൻ സ്വദേശിയാണ് സലീം കുമാർ. വൈപ്പിനിലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന താരം, അഹങ്കാരങ്ങളൊന്നുമില്ലാത്ത സലീം കുമാർ. ആ സലീം കുമാർ താൻ കോൺഗ്രസ്സുകാരനാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് വേദികളിലൊക്കെ സലീം കുമാർ സജീവ സാന്നിധ്യം തന്നെയാണ്. കോൺഗ്രസ് വേദികളിൽ സലീം കുമാർ എത്തുകയും ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടനയായ സാംസ്കാരിക സാഹിതിയിൽ അദ്ദേഹം അംഗത്വം ഏറ്റെടുത്തിരിക്കുന്നു. മത്സരത്തിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം അംഗത്വം ഏറ്റെടുത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുമായി അടുത്ത ബന്ധം സലീം കുമാറിനുണ്ട്. കരലോകത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സലീം കുമാർ വിധേയനായപ്പോൾ രമേശ് ചെന്നിത്തല ഉറ്റ സുഹൃത്തിനെ കാണാൻ ഓടിയെത്തിയത് വലിയ വാർത്തയായിരുന്നു. സലീം കുമാർ നല്ല പ്രാസംഗികനാണ്. തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും പ്രസംഗത്തിനിടയിൽ തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. കോൺഗ്രസ്സുകാരനാണ് താനെന്ന് എല്ലാ വേദികളിലും എല്ലാ അഭിമുഖങ്ങളിലും അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് സലീം കുമാർ. വൈപ്പിൻകാരനായ സലീം കുമാറിനെ വൈപ്പിൻ പിടിക്കാൻ നിയോഗിക്കുന്നതിലൂടെ വലിയൊരു വിജയമാണ് എറണാകുളത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എറണാകുളം കോട്ട പിടിക്കാൻ CPM പലതരത്തിലുള്ള മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. പൊളിറ്റിക്സ് കേരള അത് വാർത്തയാക്കി പുറത്തുവിട്ടിരുന്നു. പ്രേക്ഷകർ ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. എറണാകുളം കോട്ട പിടിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണ് CPM. ഈ സാഹചര്യത്തിലാണ് അതിന് തടയിടാൻ ഗ്ലാമർ താരങ്ങളെ ഇറക്കാൻ, സെലിബ്രിറ്റികളെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ കോൺഗ്രസ് നേതൃത്വം. സെലിബ്രിറ്റികളെ ഇറക്കിക്കൊണ്ട് ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടി മത്സരിക്കും എന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് മറ്റൊരു താരത്തെ കൂടി ഇറക്കുന്നത് കോൺഗ്രസ്. വൈപ്പിനിൽ ജനിച്ചു വളർന്ന നടൻ സലീം കുമാറിനെ, വൈപ്പിനിലെ ജനങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന സലീം കുമാറിനെ. സലീം കുമാർ മികച്ച നടനാണ്. മികച്ച രാഷ്ട്രീയക്കാരനാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. തൻ്റെ രാഷ്ട്രീയം ഏത് വേദിയിലും ശക്തമായി തുറന്നു പറയാൻ, മനസ്സ് തുറന്നു പറയാൻ സലീം കുമാർ മടിക്കാറില്ല. താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് അഭിമാനത്തോടു കൂടി സലീം കുമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സലീം കുമാറിൻ്റെ വാക്കുകളൊക്കെ വലിയ വാദമായി മാറിയിട്ടുമുണ്ട്. കാരണം CPMകാർ സലീം കുമാറിനെ പൊങ്കാലയിട്ടു, ട്രോളി ഒക്കെ സൈബറിടങ്ങളിൽ. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല.
താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്റ്റാർ പ്രചാരകനായി അദ്ദേഹം പലപ്പോഴും വന്നിട്ടുണ്ട്. എന്തായാലും വൈപ്പിനിൽ സലിംകുമാറിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് എടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപാട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് സലിംകുമാർ. നടനാണ് സലിംകുമാർ. വൈപ്പിനിലെ ജനങ്ങളുമായി നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ട്. വൈപ്പിനിലെ മുക്കും മൂലയും അദ്ദേഹത്തിന് സുപരിചിതമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ആ പ്രത്യേകതയാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകാൻ കോൺഗ്രസിനെ കൊണ്ട് തീരുമാനിപ്പിച്ചിരിക്കുന്നത്. സലിംകുമാർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ CPM അവിടെ പാടുപെടും എന്നാണ് കോൺഗ്രസ് ഉറച്ച് വിശ്വസിക്കുന്നത്. വൈപ്പിൻ ഒരു കാലത്ത് മാത്രമല്ല, എക്കാലവും ഇടതിൻ്റെ ശക്തിദുർഗമായ മണ്ഡലം തന്നെയാണ്. എസ് ശർമ്മ എന്ന നേതാവ്, BSൻ്റെ ഉറ്റ അനുയായിയായ എസ് ശർമ്മ എന്ന നേതാവ് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച വൈപ്പിനിൽ നിന്ന് ജയിച്ച് ശർമ്മ മന്ത്രി വരെയായി. BSന് വേണ്ടി ഇപ്പോഴും BS പക്ഷത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് ശർമ്മ. മറ്റൊരാൾ ചന്ദ്രൻ പിള്ളയാണ്. അദ്ദേഹവും എറണാകുളത്തുള്ളതാണ്. എറണാകുളം കോട്ട BSൻ്റെ ഉരുക്ക് കോട്ട തന്നെയായിരുന്നു ഏറെക്കാലം. പിണറായി വിജയൻ എല്ലാ ജില്ലകളും പിടിച്ചെടുത്തെങ്കിലും എറണാകുളം ജില്ല BSനോടൊപ്പം ഉറച്ചു നിന്നു. പിന്നീട് ഗോപി കോട്ടമറക്കിൽ പിണറായി പക്ഷത്തേക്ക് ചായുകയും എറണാകുളം ജില്ല BSൻ്റെ കയ്യിൽ നിന്ന് പോകുകയും ചെയ്തു. എന്നിട്ടും എസ് ശർമ്മ BSൻ്റെ അനുയായിയായി തന്നെ നിന്നു. BS അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ മുൻകൈ എടുത്തു. എന്തായാലും KN ഉണ്ണികൃഷ്ണൻ, പിണറായി വിജയൻ്റെ അടുത്ത അനുയായിയായ KN ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ വൈപ്പിനിലെ MLA. അദ്ദേഹം ശക്തനായ ഒരു MLA ആയി മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ വൈപ്പിൻ പിടിച്ചെടുക്കാൻ സലീംകുമാർ എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പൊടിപാറും എന്നത് ഉറപ്പ്. വൈപ്പിൻ പിടിച്ചെടുക്കാൻ സലീംകുമാർ എത്തുമ്പോൾ CPM ശക്തമായ സമ്മർദ്ദം അനുഭവിക്കും എന്നുള്ളതും ഉറപ്പ്. CPMന് ശക്തമായ ഒരു സമ്മർദ്ദമാകും സലീംകുമാർ നൽകുക. എന്തായാലും വൈപ്പിനിൽ സലീംകുമാർ മത്സരിക്കുമെന്ന വാർത്ത എക്സ്ക്ലൂസീവായി തന്നെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു. സലീംകുമാർ സാംസ്കാരിക സമിതിയിൽ അംഗത്വമെടുത്തതൊക്കെ മത്സരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ്. സാംസ്കാരിക സമിതിയിൽ അംഗത്വമെടുത്ത് സജീവമായി നിൽക്കുകയാണ് വൈപ്പിനിൽ സലീംകുമാർ രമേശ് ചെന്നിത്തലയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല സലീംകുമാറിൻ്റെ പേര് നിർദ്ദേശിക്കും എന്നുള്ളതും ഉറപ്പാണ്. പലപ്പോഴും സലീംകുമാറിനോട് മത്സരിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം അനാരോഗ്യം കാരണം ഒഴിഞ്ഞ് മാറുകയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ സലീംകുമാർ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം. അതിൻ്റെ സൂചനയാണ് സാംസ്കാരിക സമിതി അംഗത്വം അദ്ദേഹം എടുത്തത്. സാംസ്കാരിക സമിതി അംഗത്വം എടുത്തുകൊണ്ട് കന്നി അംഗത്തിന് ഒരുങ്ങുകയാണ് സലീംകുമാർ. വൈപ്പിനിൽ ശക്തമായ ഒരു പോരാട്ടം തന്നെ നടക്കും. വൈപ്പിനിൽ ശക്തമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ സലീംകുമാർ ഉണ്ടാകും. ആ സലീംകുമാറിനെ എങ്ങനെ വീഴ്ത്തണം എന്നുള്ളതായിരിക്കും ഇനി CPMൻ്റെ ഏറ്റവും വലിയ തലവേദന.